ഇറാന്റെ ആധ്യാത്മിക നേതാവ് സ്പിരിച്വൽ ലീഡർ, അയാളാണ് ഇവിടുത്തെ പ്രസിഡന്റിനേക്കാളും പവർഫുൾ. അലി ഖുമൈനിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ വായിച്ചു കാണും. അത് ഇന്ത്യയെ പറ്റിയാണ്. അയാൾ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും മ്യാൻമാറിലെ മുസ്ലിങ്ങളും ഗാസയിലെ മുസ്ലിങ്ങളും ദുരിതം അനുഭവിക്കാം. മൂന്ന് സ്ഥലം എടുക്കുന്നത് ഇന്ത്യ, മ്യാൻമാർ, ഗാസ. ഇതിന്റെ പിറകിൽ ഇത്രയും ഇത് ഉണ്ടാകാനുണ്ടായ കാരണം എന്ത്? ഇത് ചോദ്യമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന, അതായത് ഇന്തോനേഷ്യയുടെ അത്രയും മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് നമ്മൾ ഏത് രാജ്യം എടുത്താലും എത്ര രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിൽ ഡെമോക്രസി ഉണ്ട്? ഞാൻ പറയുന്നത് വലിയ രാജ്യങ്ങൾ. വളരെ കൃത്യമായിട്ട് പറയാം, വളരെ കുറവ് മാത്രം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്, അത് ലോകത്തൊരു രാജ്യത്ത് ഒരു മുസ്ലിം കൺട്രിയിൽ പോലും കൊടുക്കാൻ കഴിയത്തില്ല. കാരണം പല മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനമില്ല. കാരണം അവർ തീരുമാനിക്കുന്നത്, അവർ നടപ്പിലാക്കുന്നത്, അത് കോർട്ടൊക്കെ വെറുതെ പേരിന് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു രാജ്യമായ ഇന്ത്യയെ പറ്റി അലി ഖുമൈനി അങ്ങനെ പ്രസ്താവന നടത്തിയതിന്റെ പിറകിൽ എന്താണ് കാര്യം? പെട്ടെന്നുണ്ടായ സംഭവം. കാരണം നേരത്തെ അത് ഇറാന്റെ കൊല്ലപ്പെട്ട പ്രസിഡന്റ് പാകിസ്ഥാനിൽ പോകുന്നു, പിന്നീട് അയാളും ഇന്ത്യക്കെതിരെ പ്രസ്താവന. നേരത്തെ അങ്ങനല്ലായിരുന്നു. പെട്ടെന്ന് ഖുമൈനി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പിറകിൽ എന്താണ് ഉള്ളത്? അതാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കേണ്ട വിഷയം. നിങ്ങൾക്കറിയാം, റഷ്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. കാരണം റഷ്യക്ക് ആയുധങ്ങൾ വരെ ഇറാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ പല സാങ്ഷനും ഇറാനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഖുമൈനി പറഞ്ഞതിൻ്റെ പിറകിൽ പുടിനാണ് അതിൻ്റെ പിറകിൽ കളിച്ചിരിക്കുന്നത്. എന്താ കാരണം? ഇന്ത്യ ഉക്രൈൻ ആയുധം കൊടുത്തു. ഇതാണ് ഇഷ്യൂ. അതിന് ഖുമൈനിയെ കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രശ്നമാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇത് റഷ്യയാണ് ഇതിന്റെ പുറകിൽ കളിച്ചിരിക്കുന്നത്. പിന്നീട് ആലോചിച്ച് നോക്കുക, റഷ്യയും ഖുമൈനിയും അവരോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ മാത്രമൊന്നുമല്ല. ഈ റീജിയൻ്റെ അകത്ത് റഷ്യൻ ആയുധം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇറാനാണ്. അതേപോലെ റഷ്യക്ക് ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് ഡ്രോൺ ആണെങ്കിലും വെപ്പൺസ്, കാരണം റഷ്യയുടെ സാധനങ്ങൾ ഓൾമോസ്റ്റ് ഫയർ ചെയ്ത് തീരാറായി. കാരണം കൊടുക്കുന്നതും ഇപ്പോൾ ഇറാൻ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന്, കാരണം ഇന്ത്യക്കെതിരെയും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച, ഖാസയിലെ മുസ്ലിങ്ങളെ പോലെ, മ്യാൻമാർ മുസ്ലിങ്ങളെ പോലെയാണ് ഇന്ത്യയിലെ മുസ്ലിം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ നാട് ഇറാനിൽ നടന്ന മനുഷ്യത്വമില്ലാത്ത പല പ്രവർത്തികളും, ഇപ്പം ഹിജാബിന്റെ പേരിലാണെങ്കിൽ തന്നെയും, മാസ അമീനയുടെ ഇഷ്യൂ പറയാം, ഏകദേശം 500ഓളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ജനാധിപത്യത്തെ മുഴുവനും കടിച്ചു കീറി അടിച്ചമർത്തുന്ന ഇസ്ലാമിക റൂളിംഗ് നടത്തുന്ന ഇറാൻ, അവിടെ അത്രയും പ്രശ്നമുണ്ടായപ്പോൾ പോലും ഇന്ത്യ ഇറാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല. കാരണം അവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്ര സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യം അത്രമാത്രം അടിച്ച് നാശമാക്കിയിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഇറാനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ പറയുന്ന പുടിൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്ന, അതായത് ചെച്ചനിയാണെങ്കിൽ അവിടെ കൊണ്ട് ബോംബിട്ട ആളായി പുടിൻ. അയാളും ഇവരും കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇറാനെതിരെ റെസ്പോണ്ട് ചെയ്യണം. വളരെ ശക്തമായിട്ട് റെസ്പോണ്ടും ചെയ്യണം. പറ്റുവാണെങ്കിൽ പല സാങ്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്യണം. കാരണം ഇറാൻ്റെ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന, യുണൈറ്റഡ് നേഷൻ്റെ ആ കണ്ടീഷനിൽ ഫുഡ് ഫോർ ഓയിൽ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഇറാൻ്റെ ട്രേഡുമായിട്ടും സഹകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ പറ്റി വളരെ മോശമായ രീതിയിൽ പാകിസ്ഥാനും പുടിനും വേണ്ടി ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഇന്ത്യ അത് പ്രതികരിക്കാതെ വിടരുത്. കാരണം ഇത്രയും നാളായിട്ട് ഈ സംഭവം ഒരു പ്രതികരണം മാത്രമല്ല, അവിടെ ആക്ഷനും ഉണ്ടായിരിക്കണം. കാരണം ഇറാനുമായിട്ട് നമ്മൾ പിണങ്ങണം എന്നല്ല ഈ പറയുന്നത്.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അലി ഖുമൈനി എന്ന് പറയുന്ന ഷിയ ലീഡർ, കാരണം അയാൾക്കിത് പറയാൻ, ഇത് ഇന്ത്യയെ പറ്റി പറയാൻ ഒരു അർഹതയുമില്ല. കാരണം അവരുടെ എത്രയോ സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നത് ഇറാനിൽ നിന്ന്. കാരണം ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവർക്ക് മെഡിസിൻ മാത്രമല്ല മറ്റ് പല കോഴ്സിനും ഇന്ത്യയായിട്ട് അതേ ബന്ധമാണ് പണ്ട് പോലെ പേർഷ്യൻ ഇന്ത്യൻ ബന്ധം. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മ്യാൻമാർ ഗ്യാസ പോലെയാണെന്ന് പറയുവാൻ ഇയാൾക്ക് എന്ത് തോന്നിവാസ പറയുന്നത്? ഇതിനെതിരെ ചെറിയ പ്രതികരണമല്ല, പല ഫോറത്തിലും. കാരണം ഇനി ഇവരെ കാശ്മീർ ഇഷ്യൂ എടുക്കാൻ പോവുകയാണ്. കാരണം അതിൻ്റെ തുടക്കമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ ഇന്ത്യ അവരെ റിട്ടാലിയേഷൻ, അതായത് പല സാങ്ഷനും പല രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തില്ല എങ്കിൽ മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങളും ഇതേപോലെ ഇന്ത്യക്കെതിരെ പറയുവാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി ഇറാനോട് പറഞ്ഞു മനസ്സിലാക്കണം, ഇനി ഇത് പറയുവാണെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കും. കാരണം ഇന്ത്യൻ വ്യാപാരി, കാരണം ചബാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യാപാരികളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അവിടുത്തെക്കാളും ജനങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അതേപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്വതന്ത്രമായിട്ടും വോട്ട് ചെയ്യാനും ഡെമോക്രസിയുടെ പാർട്ടാകാനും കഴിയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് ഖുമൈനിയുടെ പ്രസ്താവന. ഇതിനി നടത്തുവാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരു കാരണവശാലും സമ്മതിക്കരുത്.